താജ്മഹൽ കാണാൻ ഒട്ടും നടപ്പില്ല എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. അപ്പൊ ഇന്ന് ഞങ്ങൾ അതിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ എല്ലാവരും ഇന്ന് നേരത്തെ എണീച്ചു. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 4-5 മണി സമയത്ത് തന്നെ എണീറ്റ് കുളിച്ച് മാറ്റി റെഡിയായി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? താജ്മഹൽ കാണാൻ. പോലും വെക്കാത്ത സമയത്ത് പോകുന്ന എന്തിനാണെന്നറിയോ? താജ്മഹൽ കാണാൻ. ഒട്ടും നടപ്പില്ല ഗൈസ്. ഭയങ്കര ചൂട്. ആൾക്കാരെ പറ്റിക്കാണ് പറയണം. ഒട്ടും നടപ്പില്ല. പല്ല് കൂടി എടുക്കുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. ഈ വെളിച്ചം പോലും വെക്കാത്ത ഇരുട്ടത്ത് ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് കാണാനാന്നുള്ള ഡൗട്ട് നിങ്ങൾക്കും തോന്നില്ലേ? എന്നാൽ ഞങ്ങൾക്കും ഉണ്ടാ പേടി. താജ്മഹൽ കാണുമോ ഇല്ലയോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അത്യാവശ്യം നല്ല അടിപൊളി തണുപ്പുണ്ട്. നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആരും ജാക്കറ്റും ഇട്ടില്ല. അതിൻ്റെ നല്ല ബുദ്ധിമുട്ടും ഉണ്ട്. അങ്ങനെ ആ തണുപ്പൊക്കെ സഹിച്ച് വരിയിൽ നിന്ന് ഒരു 6:30 ആയപ്പോഴത്തേന് നമ്മൾ പാസ് ഒക്കെ കിട്ടി. നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി ഉള്ളിലോട്ട് കയറി. ഉള്ളിൽ നല്ല പേടിയുണ്ട്. ഈ കോടയിൽ വല്ലതും കാണും. പറഞ്ഞ പോലെ തന്നെ ദേ ആഹാ നല്ല അടിപൊളി കോട. താജ്മഹൽ കാണാനില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ താജ്മഹൽ കാണാൻ വന്നിട്ട് താജ്മഹൽ കാണുന്നില്ല ഗൈസ്. ഒന്നും കാണുന്നില്ല. പിന്നെ 4 മണിക്ക് എണീറ്റ് വന്നതാ. അത് തന്നെ 4 മണിക്കൊന്നും എണീക്കണ്ടായിരുന്നു. എന്തായാലും ദൂരെ നിന്നുള്ള ഫുൾ വ്യൂ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇനി അടുത്ത് വന്നിട്ട് കാണാം. അപ്പോൾ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാനുള്ള പോക്കാണിത്. അടുത്തെത്തിയപ്പോൾ ഇതേ പുള്ളിക്കാരനെ നല്ല അടിപൊളിയായിട്ട് കണ്ടു. അങ്ങനെ എല്ലാവർക്കും രമേശിന്റെ കയ്യിൽ നിന്ന് ഒരേപോലത്തെ ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ താജ്മഹലിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ കാണാൻ. സത്യം പറഞ്ഞാൽ ഉള്ളിൽ എന്തോ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ലോകാത്ഭുതത്തിൽ ഒന്നാണല്ലോ നമ്മൾ ഈ കാണുന്നേ കയറുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് അടുത്ത സ്പോട്ട് കാണാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് അധികം നേരം നിൽക്കാണ്ട് ഒരു 8-9 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ.